നമസ്കാരം. ഞാൻ അശ്വര. ഞാൻ അഞ്ജന. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പൂക്കളങ്ങളും പൂവിളികളും ഓണസദ്യയുമായി മറ്റൊരു ഓണക്കാലം കൂടി വരവായി. ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിറവാർന്ന ഒരു ആഘോഷം. ഓണത്തെ സംബന്ധിച്ച് തലമുറകളായി നമുക്ക് കൈമാറുന്ന ഒരു കഥയുണ്ട്. അതായത് മഹാബലി എന്ന മഹാനായ ജനക്ഷേമ തൽപരനായ ഒരു ചക്രവർത്തി കേരളം ഭരിച്ചിരുന്നു. സർവ്വ ഐശ്വര്യവും സമാധാനവും എല്ലാം നിറഞ്ഞ ഒരു ഭരണകാലമായിരുന്നു അത്. ആ സമയത്ത് മഹാബലി ഒരു അശ്വമേധ യാഗം നടത്തുകയും അതിൽ പരിഭ്രാന്തരായ ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിക്കുകയും ചെയ്തു. മഹാവിഷ്ണു വാമന വേഷത്തിൽ വന്ന് മഹാബലിയോട് 3 അടി മണ്ടി അയച്ചു. ആദ്യത്തെ 2 അടി കൊണ്ട് തന്നെ ഭൂമിയും ആകാശവും അളന്നെടുത്തു. 3ാമത്തെ അടി അളക്കുവാനാവാതെ നിന്ന വാമനന് സ്വന്തം ശിരസ് കാട്ടിക്കൊടുക്കുകയും വാമനൻ മഹാബലിയെ ശിരസിൽ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തുകയും ചെയ്തു. മഹാബലിയുടെ ആഗ്രഹപ്രകാരം എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണ നാൾ തൻ്റെ പ്രജകളെ കേരളത്തിൽ വന്ന് കാണുവാൻ അനുവാദം കൊടുക്കുകയും ചെയ്തു. ഇതാണ് നമ്മൾ കേട്ടുപോകുന്ന ഐതിഹ്യം. എന്തു തന്നെയായാലും ഓണം നന്മയുടെയും ത്യാഗത്തിൻ്റെയും ഒത്തുചേരലിൻ്റെയും എല്ലാം ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. അതിന് തെളിവാണ് ഇന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും. സെയിൻറ്റ് ലൂയിസ് മലയാളി അസോസിയേഷൻ അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഈ വർഷത്തെ ഓണവിരുന്നിലേക്ക് നിങ്ങളേവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. Thank you. I wish you all a very, very happy Onam. It's my pleasure to extend a cheerful welcome to you all. Today, we have gathered here to celebrate Onam, the festival we here like celebrate with great enthusiasm for 10 days. This is also the time when we miss our God's own country, our people, and our favorite Onasadya. Although miles away from our homeland, we never forget to celebrate our festival with the same zeal and zest. Today's St. Louis Malayali Association has taken great effort to organize Onam programs as well as delicious Onam Sadhya for all of us. And I'm sure everyone will have a great evening here together. So once again, I welcome you all to the Onam celebration 2015 on behalf of St. Louis Malayali Association. ശരിയാണത്. എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. വൈകിക്കേണ്ട. നമ്മുടെ ആദ്യത്തെ പരിപാടി നമ്മുടെ മഹാനായ മഹാബലി ചക്രവർത്തിയെ വരവേൽക്കുകയാണ്. നമ്മുടെ മഹാബലി തമ്പുരാൻ നമ്മളൊക്കെ കാണാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിനെ വരവേൽക്കാം.